കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ പുരസ്കാരം നേടിയ വള്ളരിക്കുണ്ടിലെ ഹരിതം പദ്ധതിയുടെ പ്രവർത്തകർക്ക് ബളാൽ ഗ്രാമപഞ്ചായത്ത് ആദരവ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയും ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. കാസർഗോഡ് ജില്ലയിലെ മികച്ച ഹരിത ടൗണാക്കി വള്ളരിക്കുണ്ടിനെ മാറ്റുകയും അതുവഴി ജില്ലാ പഞ്ചായത്തിന്റെ പുരസ്കാരം നേടുകയും ചെയ്തത് മുൻനിർത്തിയാണ് ഹരിതം വള്ളരിക്കുണ്ട് പദ്ധതിയുടെ പ്രവർത്തകർക്ക് ബളാൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകിയത്. പദ്ധതി ആവേശത്തോടെ ഏറ്റെടുക്കാനും സ്വന്തം സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പൂച്ചെടികളും അരികിലെ പാതയോരങ്ങളിൽ ഫലവൃക്ഷത്തൈകളും വെച്ചുപിടിപ്പിക്കാനും അതിലൂടെ ടൗണിനെ ഹരിതാഭമാക്കാനും മുന്നിൽ നിന്ന് ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്ത ഹരിതം പ്രവർത്തകരും വ്യാപാരികളും ഡ്രൈവർമാരും ഹരിതകർമ്മ സേനാംഗങ്ങളുമാണ് പഞ്ചായത്തിന്റെ സമാദരവ് ഏറ്റുവാങ്ങിയത്. വള്ളരിക്കുണ്ട് വ്യാപാര ഭവനിൽ വെച്ച് നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയും ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ പൊതുവിടങ്ങൾക്കുമൊക്കെ അവാർഡുകൾ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ഗ്രാമ ടൗണുകളിൽ മാലിന്യമുക്തമായ പ്രദേശം വെള്ളരിക്കുണ്ടായി പ്രഖ്യാപിക്കുകയും അവാർഡ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് യോഗം പിടിച്ചു കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ജില്ലയിലെ വെള്ളരിക്കുണ്ട് ടൗണാണ് ഇപ്പം ഗ്രാമ ടൗണുകളിൽ ഏറ്റവും മാലിന്യമുക്തമായിട്ടുള്ളത്. അത് നിലനിർത്തി മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ ഇനി തുടർ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. ആ കാര്യങ്ങൾ ആലോചിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഹരിതം വെള്ളരിക്കുണ്ട് ഭാരവാഹികളെ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുവാനുമാണ് യോഗം കൂടിയിട്ടുള്ളത്. ആദരവിന്റെ സ്നേഹോപഹാരവും അദ്ദേഹം സമ്മാനിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രാധാമണി അധ്യക്ഷയായി. ഹരിതം പദ്ധതിയുടെ മുന്നണി പോരാളിയും പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഷോബി ജോസഫ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ ആദരവ് ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൻ ജോസ് അർപ്പിച്ചു. മോൻസി ജോയ്, അബ്ദുൽ ഖാദർ, തോമസ് ചെറിയാൻ, സാജു സെബാസ്റ്റ്യൻ, രജീഷ് കാരായി എന്നിവർ ആശംസകൾ നേർന്നു. വാർഡ് മെമ്പർ KR വിനു സ്വാഗതവും ബാബു കല്ലറയ്ക്കൽ നന്ദിയും പറഞ്ഞു. ഹരിതം വള്ളരിക്കുണ്ട് പദ്ധതിയുടെ പിന്നണി പോരാളികളായ ജോർജ് തോമസ്, ദിലീപ് മാത്യു, സണ്ണി പൈക്കട, രാജൻ സ്വാതി, സാജൻ ജോസഫ്, AC ലത്തീഫ്, ജോസ് വടക്കേപ്പറമ്പിൽ, കേശവൻ നമ്പീശൻ, പുഴക്കര കുഞ്ഞിക്കണ്ണൻ നായർ, PC ബിനോയ്, അനീഷ് സൈമൺ, തമ്പാൻ പുങ്ങഞ്ചാൽ, രാഹുൽ ഫിലിപ്പ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വള്ളരിക്കുണ്ട്.